മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാറിന്റെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. പ്രായം കൂടുന്തോറും ചെറുപ്പമാകുന്ന ചുരുക്കം ചില താരങ്ങളിൽ ഒരാൾ കൂടിയാണ് നടി. സല്ലാപത്തിലെ പാവാടക്കാരിയിൽ നിന്നും മഞ്ജുവിനെ വളരാൻ മലയാളികൾ അനുവദിച്ചിട്ടില്ലെന്നത് ആശംസകളിൽ നിന്നും നടിയോട് കാണിക്കുന്ന സ്നേഹത്തിൽ നിന്നും വ്യക്തമാണ്. മഞ്ജു വാര്യർ മലയാളികൾക്ക് വെറുമൊരു സിനിമാ നടിയല്ല, ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് പ്രചോദനം കൂടിയാണ്. കുടുംബ ബന്ധത്തിന്റെ താളം തെറ്റിയപ്പോൾ കാലിടറാതെ തിരികെ എഴുന്നേറ്റുവെന്ന് ജീവിച്ചു കാണിച്ചു കൊടുത്തു. മഞ്ജുവിന് ലഭിക്കുന്ന സ്നേഹം മറ്റൊരു നായിക നടിക്കും മലയാളികൾ ഇതുവരെ നൽകിയിട്ടുണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് രണ്ടാം വരവ് ആഘോഷിക്കപ്പെട്ടതും. ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം മഞ്ജുവിന്റെ പിറന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ്. മകൾ മീനാക്ഷി മഞ്ജുവിന് സോഷ്യൽ മീഡിയയിലൂടെ ആശംസകൾ അറിയിച്ചു എന്നുള്ള വാർത്തകൾക്ക് പിന്നാലെ നിരവധി നെഗറ്റീവ് കമന്റുകളാണ് മീനാക്ഷിക്ക് നേരെ വരുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മഞ്ജുവും ദിലീപും പിരിഞ്ഞപ്പോൾ മകൾ മീനാക്ഷി ദിലീപിനൊപ്പമാണ് പോയത്. അതിനുശേഷം അമ്മയുമായുള്ള യാതൊരു ബന്ധവും മീനാക്ഷി കാത്തു സൂക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മകൾ മീനാക്ഷിക്ക് MBBS ബിരുദം നേടിയതും മറ്റും ദിലീപ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു. അതിനുശേഷമാണ് മീനാക്ഷി മഞ്ജുവിന് ഇൻസ്റ്റാഗ്രാമിൽ റിക്വസ്റ്റ് അയച്ചതും പിന്നീട് സോഷ്യൽ മീഡിയയിൽ അമ്മയും മകളും തമ്മിൽ സംസാരിച്ചു എന്നുള്ള സന്തോഷ വാർത്ത പറഞ്ഞതും. ഇപ്പോൾ ഇതാ മകൾ മീനാക്ഷി ദിലീപിന്റെയും കാവ്യയും ഒക്കെ പിറന്നാൾ ആഘോഷത്തിൽ വലിയ രീതിയിൽ ആശംസകൾ അറിയിക്കുമ്പോൾ എന്തുകൊണ്ട് അമ്മയായ മഞ്ജുവിന് ആശംസ അറിയിച്ചപ്പോൾ ഒരു വാക്കിൽ ഒതുക്കി എന്നുള്ള ചർച്ചാ വിഷയമാണ് നടക്കുന്നത്. മഞ്ജു വാര്യർ പൊതുവെ സ്വകാര്യ ജീവിതത്തെ പറ്റി സോഷ്യൽ മീഡിയയിലൂടെ ചർച്ചയാക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ മീനാക്ഷി മഞ്ജുവിന് സോഷ്യൽ മീഡിയയിലൂടെ അയച്ചു എന്ന് പറയുന്ന പിറന്നാൾ ആശംസ എത്രമാത്രം സത്യമുള്ളതാണെന്നും അറിയില്ല. അല്ലാതെ അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാകാം എന്നുള്ള കമന്റുകളും മഞ്ജു വാര്യർ ഫാൻസ് വഴി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും, നിങ്ങൾ മഞ്ജു വാര്യർ ആരാധകനാണെങ്കിൽ ഐ ലൈക്ക് മഞ്ജു എന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.